ആരും കേട്ടില്ലായിരുന്നോ? ഒരു കുട്ടി സുനൈന വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ സുനൈനയുടെ അടുത്ത് പറഞ്ഞിരുന്നു മോക്ക് ടെസ്റ്റില് ഒരു ക്വസ്റ്റ്യൻ നമ്മളൊന്ന് കറക്റ്റ് ചെയ്യണമെന്ന്. ചെയ്തോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. രണ്ടുപേരിൽ ആരെങ്കിലും ഒന്ന് പറയോ? അക്ഷര, അനു. ഈ ക്വസ്റ്റ്യൻ തിരുത്താൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നില്ല നിങ്ങൾ രണ്ടുപേരും? ഗ്രൂപ്പില് ആള് പറഞ്ഞിരുന്നോ എന്നാണ് എന്റെ ചോദ്യം. പറഞ്ഞില്ലേ? പറഞ്ഞില്ല? ഇല്ല മാം. ഇല്ലേ? കുട്ടിയോട് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളുടെ 22nd 22-ാം തീയതി നമ്മൾ തന്ന ടാലന്റ് ആൻഡ് മാനേജ്മെന്റ് കോമ്പൻസേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഇല്ലേ? ആ ചാപ്റ്ററിലെ മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ 22nd 22-ാം തീയതി നമ്മളെടുത്ത ക്ലാസ്സിലെ മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യനില് ഒരു ഓപ്ഷൻ പതുക്കെ അങ്ങോട്ട് മാറി കിടക്കുന്നുണ്ട്. ആ ഓപ്ഷൻ ഒന്ന് കറക്റ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു. ഇനിയിപ്പോ ആരെങ്കിലും ഒക്കെ ക്ലാസ് കാണുന്നവരാണെങ്കിലും തെറ്റിക്കോട്ടെ. ഞാൻ ആ കുട്ടിയോട് അപ്പം തന്നെ ഒന്ന് നിങ്ങളുടെ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, ഗ്രൂപ്പിലൊന്ന് കറക്റ്റ് ചെയ്യണമെന്നുകൂടി ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആളോട്. ക്വസ്റ്റ്യൻ ഞാൻ വേണമെങ്കിൽ പറയാം, ഒന്ന് കറക്റ്റ് ചെയ്തേക്കാട്ടെ. ഇപ്പൊ തന്നെ ക്വസ്റ്റ്യൻ പറയാം. എഴുതി വെക്കാറുണ്ടോ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ്? നോട്ടിൽ എഴുതി വെക്കാറുണ്ടോ? അല്ലാതെ എന്താ പറയാ ഇതിനകത്തോട്ട് കയറി അപ്പൊ തന്നെ സബ്മിറ്റ് കൊടുത്ത് ഇതാക്കുവാണോ? അല്ല, എഴുതി വെക്കുന്നുണ്ട് അല്ലെ? അപ്പൊ എഴുതി വെക്കണ്ടെങ്കിൽ അതൊന്ന് എടുക്കാമോ? 22-ാം തീയതി നമ്മളെടുത്ത ക്ലാസ്സിന്റെ മോക്ക് ടെസ്റ്റ് എവിടെ ഒന്ന് കാണിച്ചു തരും. അതിൽ 2ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാമോ? എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഒന്ന് വായിക്കുമോ? ഞാൻ ഇവിടെ കണ്ടെത്തുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലത് അതായിരിക്കും. ഇവിടെ ഒത്തിരി ക്വസ്റ്റ്യൻസ് കിടക്കുന്നതുകൊണ്ട് അതിൽ നിന്ന് കണ്ടെത്തുക എന്നുള്ളത് ഇച്ചിരി ടാസ്ക് ആണ്. എന്തായാലും ഞാൻ കണ്ടുപിടിക്കും, നിങ്ങൾ കണ്ടുപിടിച്ചില്ലെങ്കിലും. മാം, ഇതാണോ കോമ്പൻസേഷൻ പാക്കേജ് ഫോർ ആൻ എംപ്ലോയി ക്യാൻ ഇൻക്ലൂഡ്സ് അലവൻസ് സച്ച് ആസ് മെഡിക്കൽ അലവൻസ്? അയ്യോ തമ്മില്ലടാ. മാനേജ്മെന്റിൽ തന്നെയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. നോക്കട്ടെ. വേറെ ഏതെങ്കിലും കണ്ടുപിടിച്ചോ? ലാസ്റ്റ് തന്ന ക്വസ്റ്റ്യൻസ് ആണോ? ലാസ്റ്റ് തന്ന മീൻസ് നമ്മുടെ ക്ലാസ്സിൽ ഇരുന്ന് പറഞ്ഞതോ? അല്ലടാ, അതല്ല. മോക്ക് ടെസ്റ്റിൽ 5 എണ്ണം തരുന്നത് അല്ലേ? അതന്നെ. ആ മോക്ക് ടെസ്റ്റ് 5 എണ്ണം തന്നെ. ഇന്നലെ കുട്ടിയെ ഒരു പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റി ഫോർ ഗ്രോത്ത് ബൈ ഹാൻഡിങ് ഓവർ സ്പെഷ്യൽ പ്രൊജക്ടീസ് എ മെത്തേഡ് ഫോർ റീറ്റെയിനിങ് എംപ്ലോയീസ് ആയിരുന്നു. പക്ഷെ അതിനകത്ത് അട്രാക്ടിങ് ന്യൂ കാൻഡിഡേറ്റ്സ് അതാണ് ആ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആ ക്വസ്റ്റ്യനില് നമ്മള് അട്രാക്ടിങ് ന്യൂ എംപ്ലോയീസ് അങ്ങനെയാണ്, അതാണ് ഓപ്ഷനിൽ കിടക്കുന്നത്. നിങ്ങളുടെ തന്നിരിക്കുന്ന ആൻസർ കിട്ടിയോ? കിട്ടി. പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗ്രോത്ത്. യെസ്, അത് തന്നെയാണ് ക്വസ്റ്റ്യൻ. അതായിരുന്നു ഞാൻ കിടന്ന് തപ്പി.
Providing opportunities for growth by handing over special projects is a method of dash. Selecting employees, attracting new candidates, retaining employees. Retaining employees C. Option C ആട്ടോ. അതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ നമ്മള് മോക്ക് ടെസ്റ്റിൽ ഇനി അത് തിരുത്തിയില്ലെങ്കിൽ പിന്നീട് നമ്മളുടെ എക്സാമിലൊക്കെ ചിലപ്പോ അത് തന്നെ നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ചിലപ്പോൾ തെറ്റിക്കും. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പൊ ഓക്കെ, അപ്പൊ നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ എല്ലാം തീർന്നില്ലേ? എല്ലാ ടീച്ചേഴ്സിന്റെയും എല്ലാ മൊഡ്യൂൾസും കറക്റ്റ് ആയിട്ട് എടുത്ത് തീർന്നില്ലേ? പഠിക്കാനൊക്കെ തുടങ്ങിയോ? എന്നിട്ട് നാളെ എക്സാം ആണ്. പഠിച്ചോ? കുറെയൊക്കെ പഠിച്ചോ? കുറെയൊക്കെ പഠിച്ചില്ലേ? വിചാരിച്ചേ ഇന്നിപ്പോ നാളെ എക്സാം ആയതുകൊണ്ട് ഇനി അധികം സ്റ്റുഡൻസ് കയറില്ല എന്നാണ് വിചാരിച്ച. 1-2 പേര് ജോയിൻ ചെയ്തത് കണ്ടപ്പോഴാണ് ക്ലാസ്സിലേക്ക് വന്നത്. ആരും അധികം എന്തായാലും അധികം പിള്ളേരില്ല ക്ലാസ്സിൽ. നിങ്ങൾക്ക് ഇന്ന് ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ പിള്ളേരെ അധികം കണ്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓപ്പൺ ആക്കാനായിട്ട് റെക്കോർഡ് ചെയ്യാനൊക്കെ വൈകിയത് കേട്ടോ. യെസ്, എല്ലാ ചാപ്റ്റേഴ്സിന്റെ നിങ്ങൾക്ക് റിവിഷൻ ഒക്കെ കിട്ടിയോ? റിക്രൂട്ട്മെന്റിലെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസോ അങ്ങനെ എന്തെങ്കിലും തന്നോ ടീച്ചർ? തന്നോ? റിക്രൂട്ട്മെന്റിലെ പറയില്ലെങ്കിൽ വേണമെങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം. അതല്ലാതെ നമ്മളിപ്പോ ടാലന്റ് ആൻഡ് മാനേജ്മെന്റിലെയും ട്രെയിനിങ്ങിലെയും ഗ്രീവാൻസിലൊക്കെ ഞാൻ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വേറെ തന്നു. നമ്മുടെ മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് പോലെ തന്നെ അതിൽ പെടാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിരുന്നു. അതുപോലെ റിക്രൂട്ട്മെന്റിലെ മിസ് തന്നോ? ടീച്ചർക്ക് ക്ലാസ് എടുത്തു തീർക്കാനുള്ള സമയമാണോ ഉണ്ടായേ, അല്ലെങ്കിൽ ടീച്ചർ ക്വസ്റ്റ്യൻ തന്നോ? ഇല്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് ടീച്ചർ ഇങ്ങനെ റിവിഷൻ ചെയ്തായിരുന്നു ഇന്നലെ. തന്നിരുന്നു അല്ലേ? കുഴപ്പമില്ല. നമുക്ക് ഞാൻ എന്റേതായ ക്വസ്റ്റ്യൻസ് കുറച്ച് ഇന്ന ചാപ്റ്റർ ഒന്നും ഞാൻ പറയില്ല, നിങ്ങൾ ആൻസർ പറയില്ല കേട്ടാ. ഏത് ചാപ്റ്റർ ആണ് ഞാൻ എടുത്തേക്കുന്ന ചാപ്റ്റർ ഏതാണെന്നോ അല്ലെങ്കിൽ ഏതിലെ ക്വസ്റ്റ്യൻ ആണെന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾ തന്നെ ഉത്തരം കണ്ടുപിടിച്ച് പറയും. യെസ്, the social health edikota question eduko. The social health aspect of an employee, social health aspect of an employee, social health aspect of an employee demonstrates how a person dash, how a person dash. അടുത്തത് in the attracting stage of talent management, what are some of the sources, mentioned, mentioned mentioned for seeking individuals, seeking seeking individuals, for seeking individuals.
അടുത്തത് എഴുതിയോ? എഴുതിയോ? യെസ്. അടുത്തത് the talent management life cycle. The talent management life cycle is described as a dash. Described as a dash. Continuous and holistic process. Talent management life cycle is described as a dash. കേട്ടോ? ആൻസർ എഴുതിയാൽ മതി. അടുത്തത് what is a key activity? What is a key activity in the transitioning stage? Transitioning stage. TRANSITIONING. Transitioning stage. What is a key activity in the transitioning stage? அடுத்த question. The approval stage. The approval stage is part of which phase of performance management process? Part of which phase? PHASE. Phase of the performance management process. Performance management process. This one. Approval stage of approval stages, which part of which phase of the performance management process? That's the question. அடுத்தது who is responsible for performance management in an organization? Performance management in an organization. അത്രയും ആൻസർ ഒന്ന് കണ്ടുപിടിക്കാമോ? കിട്ടിയ ആൻസർ പറഞ്ഞോളൂ ട്ടാ. കിട്ടിയോ? ആർക്കാ കിട്ടിയെന്ന് വെച്ചാൽ അവര് വായിച്ചോളട്ടെ ആൻസർ.
ആൻസർ ഇല്ല, ആർക്കും കിട്ടിയില്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് അക്ഷര? ഒന്ന് വായിച്ചേ. The social health aspects of an employee demonstrate how a person dash communicates with others and the outcome. കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേഴ്സ്. കേട്ടോ, എങ്ങനെയാണ് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരാളുടെ സോഷ്യൽ വെൽബീങ്, സോഷ്യൽ ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. കേട്ടോ, സമൂഹത്തില് അവരെങ്ങനെ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, തന്റെ ഒപ്പമുള്ള കോവർക്കേഴ്സ് അല്ലെ, അവരോടൊക്കെ എങ്ങനെ ഡീൽ ചെയ്യുന്നു, ഇതൊക്കെയാണ് സോഷ്യൽ ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, അതുപോലെ തന്നെ സോഷ്യൽ ഹെൽത്ത്, ഈ മൂന്നുണ്ട്. അതിൽ സോഷ്യൽ ഹെൽത്ത് എന്ന് പറയുന്നത് സോഷ്യൽ കമ്മ്യൂണിക്കേഷനാണ്. ആൻഡ് നെക്സ്റ്റ് വൺ, അനു വായിക്കാമോ അടുത്ത ക്വസ്റ്റ്യൻ? ആരെയും വായിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് സമയം പോണതല്ലാതെ ആരും വായിക്കുന്നില്ല, അതുകൊണ്ടാണ് ആളുടെ പേര് വിളിക്കുന്നത്. അനു, can you read? ഇല്ല, ഉത്തരം കിട്ടിയില്ല മാം. മൂന്നാമത്തതേ കിട്ടിയുള്ളൂ. ഏതാ ക്വസ്റ്റ്യൻ? ഏതാ രണ്ടാമത്തെ? വായിച്ചോ. In the attracting stage of talent management, what are some of the sources mentioned seeking individuals? എന്തിനെ കുറിച്ചാ പറയുന്നത്? ടാലന്റ് മാനേജ്മെന്റിൽ രണ്ടു സോഴ്സസ് പറയുന്നുണ്ടല്ലോ. നമുക്ക് എന്താ പറയാ, ഏത് സ്റ്റേജാണ്? അട്രാക്ഷനോ? അട്രാക്ടിങ് സ്റ്റേജ് അല്ലേ? അതെ, അട്രാക്ടിങ് സ്റ്റേജ്. സ്റ്റേജില് എന്തിനെ കുറിച്ചിട്ടാ പറയുന്നത്? എനിബഡി? മറ്റുള്ളവർക്ക് കിട്ടിയോ? റെയിന കിട്ടിയോ? പോർട്ടൽസ്, No, ജോബ് പോർട്ടൽസ്, no portal. സോഷ്യൽ ആണോ? Time job and ക്ലിയർ ആയില്ലല്ലോടാ. job portal such as Naukri.com. അതന്നെയാ ഉത്തരം. അതാണ് അവിടെ പറയുന്നത്. അട്രാക്ടിങ് എംപ്ലോയീസിന്റെ ആ ഒരു സ്റ്റേജില്. അങ്ങനെ തന്നെ ബുക്കിലുണ്ടല്ലോ നമ്മുടെ. ആൻസർ ചെയ്താട്ടാ. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കോ? Talent management life cycle is described as a continuous and holistic process. ശരിയാണ്, അത് കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. What is a key activity in the transitioning stage? ആൻസർ കിട്ടിയോ? ഇല്ല. ട്രാൻസിഷൻ സ്റ്റേജിന്റെ കീ ആക്ടിവിറ്റി ആർക്കെങ്കിലും കിട്ടിയോ? ഏത് ചാപ്റ്റർ ആണെന്നറിയോ? അത് ഫോർത്തിലാണോ? അല്ല, സോറി. ട്രാൻസിഷൻ വന്നത് ഫോർത്ത് ചാപ്റ്ററിലല്ല, തേർഡിലാണ്. ട്രെയിനിങ് ആൻഡ് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. അവിടെ പോയി നോക്കിയേ, ആൻസർ അതൊക്കെ ഉണ്ടാവും. ട്രാൻസിഷനിങ്. കിട്ടിയോ?
ഇല്ല. ആ ഒരു പോർഷൻ കിട്ടിയോ നിങ്ങളുടെ ബുക്കില്? ട്രാൻസിഷനിങ് ആ ഒരു ഭാഗം കിട്ടിയോ? ബുക്കിൽ കിട്ടിയോ? ഇല്ല. ഇല്ല, ആ ഭാഗം ഇല്ല നമുക്ക്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ചേ. വായിച്ചേ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. What is the key activity in the transition stage? Transitioning stage എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒഴിവാക്കാം. അങ്ങനൊരു ടോപ്പിക്കിനകത്തില്ല. അത് വേണമെങ്കിൽ ഒന്ന് ഒഴിവാക്കാം നമുക്ക്. ആ ക്വസ്റ്റ്യൻ മാറ്റിയിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ഏതാന്ന് വായിച്ചോ. ടാലന്റ് മാനേജ്മെന്റിലെ ലാസ്റ്റത്തെ പോയിന്റ് ട്രാൻസിഷനിങ് അല്ലേ? ക്വസ്റ്റ്യൻ നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം. അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. നമ്മളുടെ ഒരു പോർഷനിൽ ഉള്ളതാണ് എവിടെയോ, പക്ഷെ ഇവിടെ നോട്ടിലതില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു. വായിച്ച ഒന്നുകൂടി ഞാൻ കംപ്ലീറ്റ് ചെയ്തു. സാർ കോൾ ചെയ്തപ്പോ കോൾ എടുത്തതാണ്. വായിക്കും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹലോ. The approval stage is part of which phase of performance management process? എന്റെ ആൻസർ കിട്ടില്ല. Yes. ഏതാ കിട്ടിയത്? പ്ലാനിങ് ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലല്ലോ വായിക്കണേ. അല്ല ഇനി മുന്നത്തെ അല്ലേ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. The approval stage is a part of which phase of the performance management process. എന്താ ആൻസർ എഴുതിയ? പ്ലാനിങ് ആണ്. കറക്റ്റ് ആൻസർ ആണ് പ്ലാനിങ്. ഓക്കെ, അടുത്തതോ പറയുന്നുണ്ടല്ലോ. അത് കറക്റ്റ് ആണ്. ലാസ്റ്റ് വൺ. Who is responsible for performance management in the organization? ആരാ?
പെർഫോമൻസ് മാനേജ്മെന്റ്, ഓർഗനൈസേഷനിലെ പെർഫോമൻസ് മാനേജ്മെന്റിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളാരാണ് ഓർഗനൈസേഷനിലെ? മാനേജേഴ്സ്. മാനേജേഴ്സ് ആണ്. കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. മാനേജേഴ്സ്. കിട്ടാതെ പോയ ഒരു ആൻസർ ആണത്. ട്രാൻസിഷനിങ് എന്ന് പറയുന്ന ഒരു മാം ടാലന്റ് മാനേജ്മെന്റിൽ ഉണ്ടല്ലോ ട്രാൻസിഷൻ. ലാസ്റ്റത്തെ 6 പോയിന്റ് റീറ്റെയിനിങ് കഴിഞ്ഞിട്ട് ട്രാൻസിഷനിങ്. കഴിഞ്ഞിട്ട് Overall transformation of the employee to achieve the organizational mission. ആൻസർ കിട്ടിയില്ല. അവിടെ നിന്ന് വായിച്ചു നോക്കിയിട്ട് ഓർഗനൈസേഷനെ സംബന്ധിക്കുന്നതായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചടമാണ്. ഈ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഓവറോൾ ട്രാൻസ്ഫോർമേഷൻ ആണോ? ഓരോ ട്രാൻസ്ഫോർമേഷൻ ഞാൻ നോട്ടില് ആ ഭാഗം ഒന്ന് വായിക്കാമോ? ആ ഭാഗം നോട്ടില്. Talent management aims at the overall transformation of the employees to achieve the organizational vision. It can be achieved through retirement benefits to employees, conducting exit interviews, succession planning, or internal promotion. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? What is the key activity in the transition stage? അത് രണ്ടുമാണ് എഴുതേണ്ടത് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ട്രാൻസിഷൻ സ്റ്റേജിൽ നിന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് വരുമ്പോ കൂടെ ചേർക്കണം. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടെ എന്നാ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതാ. ഗുഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്. Good compensation management. Good compensation management enhances the job. Enhances the job dash process. Good compensation management enhances the job dash process. Dash process. அடுத்த question. Which of the
which of the following is not a step? Is not a step, S-T-E-P, step in talent management process. Talent management process model. Which of the following is not a step in the talent management process model? Which of the following എന്ന് പറഞ്ഞതുകൊണ്ട് ആൻസറിൽ ഓപ്ഷൻസ് കൊടുക്കണം. ഡെവലപ്പിംഗ്, മാർക്കറ്റിംഗ്, പ്ലാനിംഗ്, റീറ്റെയിനിങ്. കേട്ടോ. നെക്സ്റ്റ് വൺ. അടുത്തത് recognizing, RECOGNIZing, recognizing and employees contribution on individual grounds, grounds is a talent management initiative that boost, BOOST, boost in the word S ചേർക്കണം. That boost dash. ഇത് പറഞ്ഞ അത്രയും ആൻസർ ഒന്ന് വേഗം വായിക്കാട്ടോ. വായിച്ചോ. ഒന്നാമത്തെ ഞാൻ വായിക്കട്ടെ. വായിച്ചോ. Good compensation management enhances the job dash process. Evaluation process. ശരിയാണ്. Second one, marketing. Which of the following is not Evaluation process. ഒന്നാമത്തേത് ആൻസർ. Evaluation process. Good compensation management enhances the job dash process. Evaluation process ആണ് ആൻസർ. ഓക്കെ, രണ്ടാമത്തെ വായിച്ചോ. Which of the following is not a step in talent management process model? Marketing ആണ്. പ്ലാനിങ്ങും ഡെവലപ്പിങ്ങും റിട്ടൈനിങ്ങും ഒക്കെ നമ്മളുടെ ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് പ്രോസസ് മോഡലിന്റേതാണ്. അതിന്റെ സ്റ്റെപ്സിൽ വരുന്നതാണ്. മാർക്കറ്റിംഗ് മാത്രം അതിനകത്ത് വരുന്നില്ല. നമ്മൾ ആ സ്റ്റെപ്സ് എഴുതി വെച്ചിട്ടുണ്ട്, അതിൽ മാർക്കറ്റിംഗ് ഇല്ല കേട്ടോ. അപ്പൊ മാർക്കറ്റിംഗ് ആണ് കറക്റ്റ് ആൻസർ. നോട്ടാണ് പറയുന്നത് കേട്ടോ. അടുത്തത് കിട്ടിയില്ല. Recognizing an employee's contribution on individual grounds is a talent management initiative that boosts self-confidence. Self-confidence ആണ് കറക്റ്റ് ആൻസർ ആണ്. Recognizing an employee's contribution on individual grounds, കേട്ടോ. ടാലന്റ് മാനേജ്മെന്റ് ഇനീഷ്യേറ്റീവ് ദാറ്റ് ബൂസ്റ്റ് സെൽഫ് കോൺഫിഡൻസ്. അതായത് ഓരോ വ്യക്തിപരമായിട്ടുള്ള ലെവലില് ആളുകളുടെ കോൺട്രിബ്യൂഷൻസ് മനസ്സിലാക്കി അതനുസരിച്ച് ടാലന്റ് മാനേജ് ചെയ്യുന്നത് എന്തിനെ ബൂസ്റ്റ് ചെയ്യും? അവരവരുടെ സെൽഫ് കോൺഫിഡൻസിനെ. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് മെഷർ ചെയ്യുമ്പോൾ എന്റെ നീ ചെയ്തത് നന്നായിരുന്നു, അല്ലെങ്കിൽ നിന്റെ പെർഫോമൻസ് ഇങ്ങനെയാണ്, അത് നമ്മൾ ഓർഗനൈസേഷനിലെ മാനേജ്മെന്റ് അതനുസരിച്ച് അതിനെ റാങ്ക് ചെയ്യുമ്പോൾ നമ്മളുടെ കോൺഫിഡൻസ് ആണ് വർദ്ധിക്കുക കേട്ടോ. സെൽഫ് കോൺഫിഡൻസ് ആണ് കറക്റ്റ് ആൻസർ.
അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ തരാം, എഴുതിക്കോട്ടോ. Which are the allowances mentioned in the compensation package? Mentioned, mentioned, mentioned in compensation package. കുറച്ച് അലവൻസുകളുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്, അത് എന്തൊക്കെയാണെന്ന് എഴുതണം കേട്ടോ. ചില അലവൻസുകളുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ, ബ്രാക്കറ്റൊക്കെ ഇട്ട് അതിന്റെ ഷോർട്ട് ഫോം ഒക്കെ വെച്ചിട്ട് അത് ഏതൊക്കെയാണെന്ന് എഴുതിയാൽ മതി. എല്ലാം എഴുതുക, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കുമ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻ അല്ലാതെ താഴെ പറയുന്നത് ഏതൊക്കെയാണ് അലവൻസിൽ വരിക എന്ന് വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അത് എടുത്ത് എഴുതാൻ പറഞ്ഞത്. മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായിട്ടാവില്ല, ആൻസർ ചെയ്തപ്പോ അങ്ങനെ എഴുതാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. What is a key purpose of the outplacement plan? The outplacement പ്ലാനിന്റെ കീ പർപ്പസ് എന്താണെന്നാണ് ചോദിച്ചത്. അടുത്തത് the assessment plan ഗ്രീവൻസിലൊക്കെ കുറെ എളുപ്പമുള്ളതാ, അത്രയധികം പാടില്ല. ഈ ട്രെയിനിങ്ങും അതുപോലെ തന്നെ ടാലന്റ് മാനേജ്മെന്റിൽ കുറച്ച് പാടുള്ള, എന്താ പറയാ, അത് നമുക്ക് എന്താ പറയാ അങ്ങനെ പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ അതിലെ കൂടുതൽ കണക്കിൽ എഴുതിപ്പിക്കുന്നത് കേട്ടോ ക്വസ്റ്റ്യൻസ്. കാരണം മറ്റേത് ഗ്രീവാൻസ് നമുക്ക് ഏകദേശം ക്വസ്റ്റ്യൻ വായിച്ച് തന്നെ അതിൽ നിന്ന് തന്നെ ആൻസർ നമുക്ക് തന്നെ പറ്റും, ലോജിക്കലായിട്ടൊക്കെ ചിന്തിച്ചൊക്കെ പറ്റും. ഇത് ചിലപ്പോൾ തെറ്റിപ്പോകും. അതുകൊണ്ടാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇതിന് ചോദിക്കുന്നത് കേട്ടോ. The assessment plan compares employees to established standards. Established standards, comma, behavioral norms, behavioral norms, NORMS norms, and dash. ആൻസർ കിട്ടിയെങ്കിലൊന്ന് വായിച്ചേ. അടുത്ത ഇതിലേക്ക് പോകാൻ വേണ്ടിട്ടാ, ട്രെയിനിങ്ങിലേക്ക്. Which are the allowances mentioned in the compensation package? Dearness allowance, DA, city compensatory allowance CCE, housing allowance HRA, medical allowance MA, education allowance EA, conveyance allowance, etc. ഓക്കെ, അതൊക്കെയാണ് കേട്ടോ നമ്മളുടെ ആ ഒരു ചാപ്റ്ററിൽ എന്താ പറയാ കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഭാഗത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന കോമ്പൻസേഷൻ പാക്കേജിൽ വരുന്നതിൽ കുറച്ച് അലവൻസുകളുടെ പേര്, ആ മെൻഷൻ ചെയ്ത പേരുകൾ മാത്രം മതി അലവൻസുകൾ. ബാക്കി വേറെ കുറെയൊക്കെ പറഞ്ഞു, വേജ്, സാലറി ഒക്കെ ഉണ്ട്, അതുപോലെ തന്നെ ഫ്രിഞ്ച് ബെനിഫിറ്റ്, പെർക്യൂസിറ്റ്സ്, അതല്ല, അതൊക്കെ അലവൻസ് അല്ല, അതൊക്കെ വേറെ കുറെ എക്സ്ട്രാ റിവാർഡുകൾ ഓരോ പ്രത്യേക കാര്യത്തിന് വേണ്ടി കൊടുക്കുന്നത്. ടോപ്പ് എക്സിക്യൂട്ടീവ്സിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. അത് മോണിറ്ററിയും നോൺ മോണിറ്ററിയും ടേംസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊന്നും അലവൻസിൽ വരില്ല കേട്ടോ, അത് വേറെ, ഇത് വേറെയാണ്. അപ്പൊ അത് രണ്ടും തമ്മിൽ മിക്സ് ചെയ്യരുത്, അതുകൊണ്ടാണ് അത് വായിക്കാൻ പറ്റുന്നത്. അടുത്ത ആൻസർ കിട്ടിയെങ്കിലും പറഞ്ഞു. Assessment plan compares each employees to established standards, behavioral norms, and rate each employee with a job type against their peers. Assessment plan again. Establish the standards, behavioral norms, and അതിന് മുന്നേ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിന് മുമ്പ് ഉണ്ടോ? അയ്യോ, അതിന് മുമ്പ് ഞാൻ പറഞ്ഞു അല്ലേ? അതിന്റെ മുമ്പ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? What is a key purpose of the പറഞ്ഞു എന്റെ ആൻസർ പറഞ്ഞു, ഔട്ട് പ്ലേസ്മെന്റ് പ്ലാനിന്റെ. ഓക്കെ, അത് ഞാൻ വിചാരിച്ച കഴിഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിന്റെ ആൻസർ എന്താ പറഞ്ഞത്?
അതാണോ വായിച്ചത് ആൻസർ? What is the main purpose of the outplacement plan? കിട്ടിയില്ല ആർക്കും? ആ സെന്റൻസ് കണ്ടോ? ഔട്ട്പ്ലേസ്മെന്റ് പ്ലാൻ എന്ന് പറയുന്ന ഭാഗം കണ്ടോ? കണ്ടു. അപ്പൊ അവിടെ ഒന്ന് വായിച്ചു നോക്കിയേ. ഈ പർപ്പസ് അവിടെ എവിടെയെങ്കിലും കിട്ടുമോ നോക്ക്. ഔട്ട്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലേസ്മെന്റിന്റെ ഓപ്പോസിറ്റ് ആണ്. പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓരോ ആളുകൾക്ക് ഓരോ അവരവരുടെ കഴിവിനനുസരിച്ച് അവരുടെ യോഗ്യതകൾ അനുസരിച്ച് അവർക്ക് പ്ലേസ്മെന്റ് കൊടുക്കുക, ജോലിക്ക് വേണ്ട ആ ഒരു പൊസിഷൻസ് കൊടുക്കുക. ഔട്ട്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അവരെ അവിടെ നിന്ന് മാറ്റുക. എപ്പോഴായിരിക്കും? എപ്പോഴാണ് മാറ്റുന്ന സെന്റൻസ് അങ്ങനെ തന്നെ ഉണ്ടല്ലോ അവിടെ. മറന്നുപോയോ? നമ്മളത് വായിച്ചിട്ടൊക്കെ ഉണ്ട്. Improve performance. സെന്റൻസ് ഒന്ന് വായിച്ചേ. അവിടെ കിടക്കുന്ന അതേ സെന്റൻസ് ഞാനിപ്പോ നോട്ട് ഇവിടുന്ന് പൊക്കിയെടുക്കണം. അതുകൊണ്ടാണ് ഞാൻ എടുക്കാതിരിക്കാനാണ് നിങ്ങളോട് വായിക്കാൻ പറയുന്നത്. Determines when a job type is no longer required by the organization and moves eliminate it immediately. അതായത് നമ്മളുടെ ഓർഗനൈസേഷനിൽ ആ എംപ്ലോയിയുടേതായിട്ടുള്ള, അതായത് ആ ഓർഗനൈസേഷനിൽ ആൾക്ക് എന്താണോ ചെയ്യേണ്ടത് ആ റിക്വയർമെന്റുകൾ മീറ്റ് ചെയ്യില്ലാത്ത എംപ്ലോയീസ് അല്ലെ, അവരാരാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്നിട്ടാണ് ഔട്ട്പ്ലേസ്മെന്റ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളുടെ ഇപ്പൊ ഈ ഓർഗനൈസേഷനിൽ ഓരോ എംപ്ലോയിയിൽ നിന്നും ഓരോ ആവശ്യങ്ങളുണ്ട്. ഓരോ എംപ്ലോയിനെ കൊണ്ട് ഓരോ ആവശ്യമുണ്ട്. ആ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാതെ വരുമ്പോൾ നോ ലോങ്ങർ മീറ്റിംഗ് ദ റിക്വയർമെന്റ്സ് ആണ്. അവര് നമ്മുടെ ഓർഗനൈസേഷന് വേണ്ട കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് മീറ്റ് ചെയ്യുന്നില്ല. അവരുടെ പെർഫോമൻസുകൾ അവിടെ അത്രയും മീറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നിലയിലേക്ക് എത്തുന്നില്ല. ആ ഒരു സമയത്താണ് എന്ത് ചെയ്യേണ്ടത്? അവരെയൊക്കെ മാറ്റണം അവിടെ നിന്ന്. ആ ഒരു പ്ലാനാണ് ഔട്ട്പ്ലേസ്മെന്റ് പ്ലാൻ. ടു ഡിറ്റർമിൻ when an employee is no longer required or no longer meeting the requirements എന്നാണ് കേട്ടോ. അതാണ് ആൻസർ. കറക്റ്റ് ആക്കി എഴുതുക. ആൻഡ് ലാസ്റ്റത്തേത് വായിച്ചോ. Compares employees established standards, behavioral norms, and dash and cultural norms and rates each employees within a job type against their peers. Standards, behavioral, and cultural norms. അത് നമുക്ക് തന്നിട്ടുണ്ട്. അസസ്മെന്റ് പ്ലാൻ കമ്പയർ ചെയ്യുന്നു ഓരോ എംപ്ലോയിയുടെയും സ്റ്റാൻഡേർഡും അവരുടെ ബിഹേവിയറൽ നോംസും പിന്നെ എന്തുന്നാ Cultural norms. കൾച്ചറൽ നോംസ്. അതല്ലാതെ വേറെ എന്തെങ്കിലും കിടക്കുന്നുണ്ടോ ഇവിടെ? അതൊരു സെന്റൻസ് ആണ്. ഒരു സെന്റൻസിന്റെ ബാക്കി ഭാഗം കാണണമല്ലോ. Behavioral and cultural norms and rates each employees within a job type against their peers. പിയേഴ്സ് വിത്തിൻ ദ സെയിം ജോബ് ടൈപ്പ്. അതാണ് അല്ലെ, ആ ഒരു ഭാഗം കൂടി. അതാണ് ഇവിടെ ആൻസർ വരുന്നത്. അതായത് ഒരേ ജോബ് ടൈപ്പിൽ അവരതൊക്കെ എങ്ങനെയാണ് അവരുടെ ആ ഒരു ബിഹേവിയറൽ നോംസും അവരുടെ സ്റ്റാൻഡേർഡും ഒക്കെ തമ്മിൽ കമ്പയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതാണ് അസസ്മെന്റ് പ്ലാൻ. അസസ്മെന്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ ഓരോ എംപ്ലോയീസിന് ഇപ്പൊ ഒരേ ടൈപ്പ് ഓഫ് ജോലി ചെയ്യുന്ന ആളുകൾ അവരുടെ സ്റ്റാൻഡേർഡും അവരുടെ ബിഹേവിയറൽ നോംസും എല്ലാം തന്നെ കമ്പയർ ചെയ്യുക. ഇന്നാളുമായിട്ട് ഒരേ ടൈപ്പ് ഓഫ് ജോലി ചെയ്യുന്നവരെയാണ് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ ടീച്ചറാണ്, വേറൊരാൾ ടീച്ചറാണ്. അങ്ങനെ ആ ടീച്ചേഴ്സിന്റെ ഗ്രൂപ്പില് അവരുടെ ജോലികൾ അവരുമായിട്ട് തന്നെ കമ്പയർ ചെയ്യണം. അതിലാരാണ് നല്ല രീതിയിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ. മറ്റ് ജോലി ചെയ്യുന്ന ആൾക്കാരെ അവരുടെ ഗ്രൂപ്പിൽ വെച്ചിട്ടാണ് അവരെ കമ്പയർ ചെയ്യുന്നത് അല്ലെ. അതാണ് അസസ്മെന്റ് പ്ലാൻ. അല്ലാതെ വേറെ ഒരു ജോലി ചെയ്യുന്ന ആളും ഒരു ടീച്ചർ എന്ന് പറയുന്ന ജോലി ചെയ്യുന്ന ആളുടെയും വർക്കുകൾ അവരുടെ പെർഫോമൻസുകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ അസസ് ചെയ്യാൻ പറ്റുമോ എംപ്ലോയീസിനെ? പറ്റില്ല. അങ്ങനെയല്ല ചെയ്യാം. അസസ്മെന്റ് പ്ലാനിൽ അതാണ് വരിക. ഓക്കെ, which training methods involves placing an individual on a regular job and teaching them necessary skills
necessary skills. ആൻസർ ഒന്ന് നോക്കിയേ, എന്താണ് അതിന്റെ ഉത്തരം? കോച്ചിങ് ആണോ മാം? ഏതാ? കോച്ചിങ് ആണോ? അല്ലല്ലോ. Which training method involves placing an individual on a regular job and teaching them necessary skills. അതാണ് ആണ്. വേറെ ഏതെങ്കിലും ആൻസർ ഉണ്ടോ? No. ഇവിടെ കിടക്കുന്നു, കണ്ടോ? അയ്യോ, കാണാൻ പറ്റൂലല്ലേ, ഞാൻ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു ഭാഗം എടുക്കാം. ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് സെന്റൻസ് അങ്ങനെ തന്നെ അവിടെ ഉണ്ട് കേട്ടോ. ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡില് ദിസ് ടൈപ്പ് ഓഫ് ട്രെയിനിങ് ഈസ് ഓൾസോ നോൺ ആസ് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് കേട്ടോ, JIT. This training is most commonly used as a method where the individual is placed on a regular job. കേട്ടോ, അവിടെ തന്നെ ഉണ്ട് റെഗുലർ ജോബ് ആൻഡ് ടോട്ട് അബൌട്ട് ദ സ്കിൽസ്. അതാണ് കേട്ടോ, ഇവിടെ തന്നെ ഉണ്ട്. ഓൺ ദ ജോബ് ട്രെയിനിങ് ആണ് അത് വരിക, കോച്ചിങ് അല്ല. അവിടെ ഒരു സൂപ്പർവൈസർ ഉണ്ടായിരിക്കും, അതാണ് പ്രത്യേകത. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡിനകത്ത് വരുന്ന കുറച്ച് ട്രെയിനിങ് രീതികളാണ് നമ്മൾ പറഞ്ഞത്. ആ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്ങും കോച്ചിങ്ങും അങ്ങനെയുള്ളതൊക്കെ മനസ്സിലായോ? ക്ലാസ് റൂം മെത്തേഡൊക്കെ ഓൺ ദ ജോബ് ട്രെയിനിങ് ആണ് വേണ്ടത്. അതിനകത്ത് വരുന്ന ചില രീതികൾ ഏതൊക്കെയാണ് ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ വരുന്നത്, അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്, അതുപോലെ തന്നെ ലെക്ചർ മെത്തേഡ്, അത് കോച്ചിങ് എന്നുള്ളതൊക്കെ. ക്ലിയർ ആയോ? യെസ്, അതെ. നമ്മള് എല്ലാ ചാപ്റ്ററിലൂടെ ആയിട്ട് ഒരുപാട് എല്ലാ ടീച്ചേഴ്സും ഇതുപോലെ കുറെ ക്വസ്റ്റ്യൻസ്, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കൂടാതെ മോക്ക് ടെസ്റ്റ് കൂടാതെയാണ് കേട്ടോ. അപ്പൊ മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസിൽ ഉള്ള ക്വസ്റ്റ്യൻസും ഈ പറയുന്ന ക്വസ്റ്റ്യൻസും എല്ലാം നിങ്ങൾ പിന്നെ ടീച്ചേഴ്സ് മാർക്ക് ചെയ്യാൻ പറയുന്നത് എല്ലാം കൂടിയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നത് കേട്ടോ. അത് നന്നായിട്ടൊക്കെ വായിച്ച് പഠിക്കുക. അപ്പൊ നിങ്ങള് അധികം പേര് കാണാൻ കയറാതായപ്പോഴാണ് തുടക്കം ഇച്ചിരി ലാഗ് ചെയ്തത് കേട്ടോ. സമയം ആരെയും കാണുന്നില്ല. കാരണം ഇവിടെ ക്ലാസ്സിൽ സാധാരണ ഒരു 10-15 പിള്ളേരൊക്കെ 12 പിള്ളേരുണ്ടാകാറുണ്ട്. അധികം കാണാത്തേ കുഞ്ഞി ക്ലാസ് ഇല്ലാന്ന് വിചാരിച്ചിട്ട് കയറാതിരുന്നത് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒന്ന് വായിക്കാം. ഇതൊന്ന് ആദ്യം തന്നെ നമ്മളൊരു ക്വസ്റ്റ്യൻ നമ്മുടെ നോട്ടസിൽ തിരുത്തിയിട്ടുണ്ട്. ഞാൻ കുട്ടിയോട് പറഞ്ഞിരുന്നു ഒന്ന് തിരുത്തണമെന്ന്. പക്ഷെ തിരുത്തിന്നാണ് ഞാൻ വിചാരിച്ചിട്ടത്. പറയാൻ പറ്റിയത് തന്നെ അല്ലേ, നിങ്ങൾ ഇത്രയും പേരെങ്കിലും ഉണ്ടായിരുന്നത് തന്നെ. നിങ്ങളാണെങ്കിലും ഒന്ന് ഷെയർ ചെയ്തേക്കാട്ടാ. വാട്സപ്പിലെ ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, നിങ്ങൾക്കുണ്ടല്ലേ ഗ്രൂപ്പില്ലേ? ഗ്രൂപ്പില്ല? ഓക്കെ. ആ ഗ്രൂപ്പിലൊന്ന് ആ ഒരു ക്വസ്റ്റ്യൻ മോക്ക് ടെസ്റ്റിന്റെ 22 ഫെബ്രുവരിയിലെ ആ ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് തിരുത്താനായിട്ട് ആൻസർ ഒന്ന് തിരുത്താൻ പറയണം. ഓൾറെഡി നമ്മുടെ മോക്ക് ടെസ്റ്റിൽ ഇത്ര ദിവസമാണ് ദിവസം നമ്മളത് തിരുത്തിയിട്ടുണ്ട്, കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ മാറിപ്പോയി. ബി ആണ് അവിടെ തന്നിരുന്ന ഓപ്ഷൻ, പക്ഷെ സി ആണ് ആൻസർ. ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, തെറ്റിക്കരുത് എന്നാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ പരീക്ഷയിൽ ആ ഒരു മാർക്ക് പോകും. തെറ്റായിട്ട് ടീച്ചർ